ഇന്നലെ KSU പ്രതിഷേധത്തിൽ മന്ത്രി വീണ ജോർജിന് കഴുത്തിന് ക്ഷതമുണ്ടായതായി ഡോക്ടർമാർ. അതിന്റെ ഭാഗമായി കൈക്ക് വേദനയുമുണ്ട്. രക്തസമ്മർദ്ദം കൂടിയ നിലയിലാണ് എന്നും ഡോക്ടർമാർ പറയുന്നു. പരിക്കേറ്റ മന്ത്രി കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഫെലിക്സ് വിവരങ്ങൾ നൽകും. ഫെലിക്സ്, മെഡിക്കൽ ബുള്ളറ്റിനായിട്ട് പങ്കുവയ്ക്കുകയാണോ ഉണ്ടായത്? വിവരങ്ങൾ എങ്ങനെയാണ്? ICUവിൽ തന്നെ തുടരണം എന്നതാണോ ഡോക്ടർമാർ പറയുന്നത്? ദിവിഷ്, മന്ത്രി വീണ ജോർജിനെ പരിയാരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICUവിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. മന്ത്രി ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ്. 10 മണിക്ക് മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കും. ഇന്നലെ MRI സ്കാനിങ്ങിന് വിധേയമാക്കിയിരുന്നു. MRI സ്കാനിങ്ങിന് ശേഷമാണ് മന്ത്രിയുടെ കഴുത്തിന് ക്ഷതമുണ്ട് എന്ന് ഡോക്ടർമാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ക്ഷതത്തിൻ്റെ ഭാഗമായി കൈക്ക് നല്ല വേദനയും സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം മന്ത്രിയുടെ രക്തസമ്മർദ്ദം ഉയർന്ന നിലയിലാണ് എന്നും ഇപ്പോൾ ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട്. ഔദ്യോഗികമായ മെഡിക്കൽ ബുള്ളറ്റിൻ അത് 10 മണിക്ക് ശേഷം മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷമായിരിക്കും അത് പുറത്തിറക്കുക. മന്ത്രി പ്രതിഷേധത്തിന് പിന്നാലെ മന്ത്രി തൻ്റെ കഴുത്തിന് വേദനയുണ്ടെന്ന് അറിയിച്ചിരുന്നു. അങ്ങനെയാണ് ആശുപത്രിയിലേക്ക് എത്തുന്നത്. പക്ഷേ ഗുരുതരമായ പരിക്കില്ല എന്നതാണ് ഇപ്പോൾ ഡോക്ടർമാർ അറിയിക്കുന്നത്. ഏതായാലും ഈ വേദന കൈക്കടക്കം ഉള്ളത് കൊണ്ട് തന്നെ ആശുപത്രിയിൽ തുടരണം, ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ തന്നെ തുടരണം എന്നതാണ് ഡോക്ടർമാരും വ്യക്തമാക്കുന്നത്. അങ്ങനെ ഇപ്പോഴും ICUവിലാണ് മന്ത്രി ഉള്ളത്. ഡിസ്ചാർജ് അടക്കമുള്ള കാര്യങ്ങൾ അത് സംബന്ധിച്ച് ഡോക്ടർമാർ ഈ മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷമായിരിക്കും അത് സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാവുക.